നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തൃപ്പൂണിത്തുറ ഗ്ലോബൽ സ്കൂളിലെ വിദ്യാർത്ഥി മിഹർ അഹമ്മദിന്റെ മരണം. അത് മരണമാണോ, കൊലപാതകമാണോ, ആത്മഹത്യയാണോ, എന്താണ് എന്ന് കൃത്യമായ വിവരം ഇപ്പോഴും ലഭിച്ചിട്ടില്ല. സ്കൂളിലുണ്ടായ റാഗിങ്ങിനെ തുടർന്ന് മനോവിഷമത്തിലായിരുന്ന മിഹർ സ്കൂളിൽ നിന്ന് വീട്ടിലെത്തിയതിനു ശേഷം ഫ്ളാറ്റിൽ നിന്നും എടുത്തുചാടുകയായിരുന്നു. ബാൽക്കണിയിൽ നിന്നും എടുത്തുചാടിയ മിഹർ മരിക്കുകയായിരുന്നു ആ സമയം തന്നെ. ഇതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ക്ലോസറ്റിലടക്കം മുഖം താഴ്ത്തിവെച്ച് ഫ്ലഷ് ചെയ്ത് അതീവ ക്രൂരമായി തന്റെ മകനെ സ്കൂളിലെ വിദ്യാർത്ഥികൾ റാഗ് ചെയ്തു എന്ന് അമ്മയും അച്ഛനും ഒരേ സ്വരത്തിൽ പറയുന്നു. പക്ഷേ ഈ ഘട്ടത്തിലാണ് ഒന്നാം അച്ഛൻ, അതായത് മിഹറിന്റെ സ്വന്തം പിതാവിന്റെ ഒരു പരാതി ശ്രദ്ധയിൽപ്പെടുന്നത്. ആദ്യം ഒന്നും തന്നെ പോലീസ് ഇതിനെ വലിയ ഗൗരവത്തോടെ എടുത്തില്ല എങ്കിലും പിന്നീട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇത് വലിയ ചർച്ചയായി വന്നപ്പോൾ ഇപ്പോഴിതാ സമഗ്ര അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് തൃക്കാക്കര അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ PV ബേബി തന്നെയാണ് ഇക്കാര്യം പറയുന്നത്. രണ്ടാം അച്ഛനെ അടക്കം ആരോപണ വിധേയനാക്കിക്കൊണ്ടാണ് അച്ഛന്റെ, അതായത് ഈ മിഹർ എന്ന വിദ്യാർത്ഥിയുടെ പിതാവിന്റെ ഈ പരാതി വരുന്നത്. പിതാവിന്റേതടക്കം ഒന്നിൽ കൂടുതൽ പരാതി ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് ഈ സമഗ്ര അന്വേഷണം വേണം എന്ന് പറയുന്നത്. താനുമായി നിരന്തരം ചാറ്റ് ചെയ്യുമായിരുന്നു മിഹർ. 2014 അതിനു മുൻപുമുള്ള മെയിലുകളും വാട്സ്ആപ്പ് ചാറ്റുകളും കൃത്യമായി തന്നെ അച്ഛൻ പുറത്തുവിടുന്നുണ്ട്. അതിലെല്ലാം തന്നെ ഉമ്മയുടെയും രണ്ടാം അച്ഛനും തന്നോട് കാണിക്കുന്ന സ്വഭാവ രീതികളെ കുറിച്ച് മിഹർ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഒരു ഇമെയിലിൽ താൻ പിതാവിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്, ഖത്തറിലേക്ക് വരുന്നുണ്ട്, എന്നെ കൊണ്ടുപോകണം, എനിക്കിവിടെ നിൽക്കാൻ വയ്യ, സിറ്റുവേഷൻ ഒന്നും അത്ര നല്ലതല്ല എന്ന് പറയുന്നുണ്ട് മിഹർ. അതുപോലെ തന്നെയാണ് അമ്മ എന്നെ തല്ലി, ബെൽറ്റ് ഉപയോഗിച്ച് എന്നെ വളരെ മോശമായി തല്ലി, അമ്മ എന്നെ മടുത്തു വാപ്പ, എന്നെ നിങ്ങൾ കൊണ്ടുപോകണമെന്നടക്കം അപേക്ഷിക്കുന്ന 2014 ചാറ്റുകളിൽ വ്യക്തമാകുന്നത് വീട്ടിലെ പല സംഭവ വികാസങ്ങളും തന്നെയാണ്. ഇപ്പോഴിതാ ഗ്ലോബൽ സ്കൂളിൽ ഈ റാഗിംഗ് നടന്നതിന് യാതൊരുവിധ തെളിവുകളുമില്ല എന്ന് പറയുമ്പോഴും ഈ വിദ്യാർത്ഥിയുടെ പരാതിക്ക് ശക്തിയേറുകയാണ്. റാഗിംഗ് അല്ല, മറ്റെന്തെങ്കിലും കാരണങ്ങളുമാണോ ഇതിന് പിന്നിൽ എന്നുള്ള ചോദ്യമാണ് യഥാർത്ഥത്തിൽ ഉയരുന്നത്. ഇനി ഈ വിദ്യാർത്ഥി ഫ്ളാറ്റിൽ നിന്ന് എടുത്തു ചാടുക അല്ല എങ്കിൽ ആരെങ്കിലും ഇനി ഫ്ളാറ്റിൽ നിന്നും എടുത്തെറിഞ്ഞതാണോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ സമൂഹ മാധ്യമത്തിൽ ഒറ്റസ്വരത്തിൽ ചോദിക്കുന്നുണ്ട്. റാഗിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുത്തൻകുരിശ് പോലീസും മറ്റും പരാതികളിൽ തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസാണ് അന്വേഷണം നടത്തുന്നത്. കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്താൻ കഴിയില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്. തൃപ്പൂണിത്തുറ ഗ്ലോബൽ സ്കൂളിലെ വിദ്യാർത്ഥി മിഹർ അഹമ്മദിന്റെ മരണത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട പിതാവിന്റെ പരാതി ഗൗരവത്തിലെടുക്കുമ്പോഴാണ് ഈ സംഭവത്തിൽ ഇപ്പോൾ ഒരു നിർണായക ട്വിസ്റ്റ് സംഭവിക്കുന്നത്. മിഹറിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും സ്കൂളിൽ നിന്നെത്തി മരിക്കുന്നത് വരെ മിഹറിന് എന്താണ് സംഭവിച്ചത് എന്ന് കണ്ടെത്തണമെന്നുമാണ് പിതാവ് മലപ്പുറം തിരൂർ താനുളൂർ മാടമ്പട് ഷഫീഖ് പറയുന്നത്. മിഹർ മരിക്കുന്നതിന് തൊട്ടു മുൻപ് രണ്ടാം അച്ഛനുമായി സംസാരിച്ചിരുന്നുവെന്നും അത് എന്താണ് എന്ന് കണ്ടെത്തണമെന്നും മരിക്കുന്ന സമയത്ത് ആരൊക്കെ ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നു എന്ന് അറിയണമെന്നും ഷഫീഖ് പറയുകയാണ്. ഷഫീഖ് പരാതി നൽകിയ ശേഷമാണ് മിഹറിന്റെ മരണത്തിൽ സ്കൂളിനെതിരെയും സഹപാഠികൾക്കെതിരെയും പരാതിയുമായി അമ്മ രംഗത്ത് വരുന്നത് എന്ന വിലയിരുത്തലും സജീവമാണ്. മിഹറിന്റെ അച്ഛൻ ഉയർത്തുന്ന സംശയങ്ങളോട് അമ്മ പ്രതികരിച്ചിട്ടുമില്ല. ഇതും നിർണായകമാകും. മിഹറുമായുള്ള ചാറ്റിന്റെ സ്ക്രീൻഷോട്ടുകൾ പിതാവ് പുറത്തുവിട്ട് കഴിഞ്ഞു. ഇതിലെല്ലാം തന്നെ കൃത്യമായി നമുക്ക് ആ വിശദാംശങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അതായത് തനിക്ക് ആ വീട്ടിലുണ്ടായ മാനസിക വിഷമങ്ങളൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇംഗ്ലീഷിലാണ് ഈ ചാറ്റ് ഒക്കെ തന്നെ നടത്തിയിരിക്കുന്നത്. മിഹർ ആണ് ഇത് അയച്ചിരിക്കുന്നതെന്ന് വ്യക്തമായി തന്നെയാണ് അച്ഛൻ ഇത്തരം തെളിവുകളൊക്കെ തന്നെ പുറത്ത് വിട്ടിരിക്കുന്നത്. മകൻ വിഷാദത്തിലായിട്ടും കൗൺസിലിംഗ് നൽകിയില്ല എന്നും തന്നെ കൂടെ കൊണ്ടുപോകണമെന്നുമാണ് മിഹർ ചാറ്റിൽ പറയുന്നത്. മകൻ വിഷാദത്തിലായിട്ടും കൗൺസിലിംഗ് നൽകിയില്ല എന്നും ജെയിംസ് സ്കൂളിൽ നിന്ന് മിഹറിനെ മാറ്റിയത് അവന്റെ താല്പര്യമില്ലാതെയാണ് എന്നും അക്കാര്യം തന്നെ അറിയിച്ചിരുന്നില്ല എന്നും പിതാവ് പറയുന്നു. മിഹറിന്റെ ലാപ്ടോപ്പും മൊബൈൽ ഫോണും ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും ഷഫീഖ് പരാതിയിൽ പറയുന്നു. മിഹറിന്റെ അമ്മയും ബന്ധുക്കളും പറഞ്ഞതിൽ വൈരുദ്ധ്യമുണ്ടെന്നും പിതാവ് ആരോപിക്കുകയാണ്. ഇതോടെ കേസ് പുതിയ തലത്തിലേക്ക് പോവുകയാണ്. ഞെട്ടിക്കുന്ന സൂചനകളാണ് മിഹറിന്റെ അച്ഛൻ പുറത്തുവിട്ട ചാറ്റുകളിൽ ഉള്ളതെല്ലാം. ഇത് വിവാദത്തിന്റെ പുതിയ തലങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു. മിഹറിന്റെ ആത്മഹത്യയിൽ വൻ സ്രാവുകൾക്ക് പങ്കുണ്ടോ എന്നടക്കമുള്ള ചോദ്യങ്ങളും ഉയരുകയാണ്. ആദ്യം മിഹറിന്റെ ആത്മഹത്യയിൽ പരാതി നൽകിയത് അച്ഛനാണ്. എന്തുകൊണ്ട് അച്ഛന്റെ പരാതിയിൽ അന്വേഷണം നടന്നില്ല എന്നതും ദുരൂഹമാണ്. ഇവിടെ ആരും എന്നെ മനസ്സിലാക്കുന്നില്ല, എനിക്ക് ഖത്തറിലേക്ക് വരണമെന്ന് പറഞ്ഞ മിഹർ അച്ഛന് മെയിൽ അയച്ചത് പുറത്തു വരുന്നുണ്ട്. അച്ഛൻ മാത്രമാണ് എന്നെ മനസ്സിലാക്കുന്നത് എന്നും ദയവായി എന്നെ കൊണ്ടുപോകൂ എന്നും അഭ്യർത്ഥിക്കുന്ന ഇമെയിൽ അച്ഛന് മിഹർ അയച്ചിരുന്നു.
എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകുമെന്നും ഞാനുണ്ട് കൂടെയെന്ന് അച്ഛനും മറുപടി നൽകി. എപ്പോൾ വേണമെങ്കിലും നിന്നെ ഖത്തറിലേക്ക് കൊണ്ടുവരാമെന്നും പാസ്പോർട്ട് ശരിയാകട്ടെ എന്നും പറഞ്ഞിരുന്നു. ഇമെയിൽ അടക്കം പുറത്ത് വന്നിരിക്കുകയാണ്. അമ്മയെക്കുറിച്ചും ചാറ്റുകളിൽ പരാമർശമുണ്ട്. 2024 ഫെബ്രുവരി 28 മുതലാണ് ഈ ചാറ്റുകളെന്നും പുറത്തുവന്ന സന്ദേശത്തിൽ വ്യക്തമാവുകയാണ്. ഇന്ന് ഏകദേശം ഈ ചാറ്റുകൾ അയച്ച് 1 വർഷം പിന്നിടുമ്പോൾ ഇന്ന് നമ്മളോടൊപ്പം മെഹർ ഇല്ല എന്നതാണ് യഥാർത്ഥ വാസ്തവം. അപ്പോൾ സംഭവിച്ചത് എന്താണ്? റാഗിങ്ങും ഈ പറഞ്ഞ സംഭവ വികാസങ്ങളും ഒക്കെ തന്നെ എല്ലാം ഒരു കെട്ടുകഥയാണോ എന്നടക്കമുള്ള ചോദ്യങ്ങളും ഉയരുകയാണ്. ഇതിനുശേഷം ഏറെ കാലം കഴിഞ്ഞാണ് മെഹറിന്റെ ആത്മഹത്യ. അതുകൊണ്ട് തന്നെ ഈ ചാറ്റുകൾ നിറയുന്നതിന് അപ്പുറത്തേക്കുള്ള പ്രശ്നങ്ങളും മരണത്തിന് കാരണമായേക്കാം. നിലവിൽ കുട്ടിക്ക് പ്രതിസന്ധിയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് അച്ഛൻ പറയുന്നുവെന്നതും ശ്രദ്ധേയമാണ്. അമ്മയ്ക്കും രണ്ടാം അച്ഛനുമൊപ്പം തൃപ്പൂണിത്തുറയിലെ ഫ്ളാറ്റിൽ താമസിക്കുന്ന മകൻ തന്നോട് സ്ഥിരമായി ആശയവിനിമയം നടത്താറുണ്ടെന്നും എന്തെങ്കിലും പ്രശ്നമുള്ളതായി മകൻ പറഞ്ഞിട്ടില്ല എന്നും പിതാവ് പറയുകയാണ്. സന്തോഷവാനായി വീട്ടിലെത്തിയ മകൻ ആത്മഹത്യ ചെയ്തത് എങ്ങനെയെന്ന് തനിക്ക് അറിയില്ല എന്നും അത് കണ്ടെത്തണമെന്നും തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസിന് നൽകിയ പരാതിയിലാണ് പിതാവ് വ്യക്തമാക്കുന്നത്. നിലവിൽ തൃപ്പൂണിത്തുറ പോലീസ് ആത്മഹത്യ പ്രേരണാകുറ്റം ചുമത്തിയാണ് അന്വേഷണം നടത്തുന്നത്. റാഗിംഗ് പരാതിയിൽ പുത്തൻകുരിശ് പോലീസും അന്വേഷണം ശക്തമായി തന്നെ നടത്തുന്നുണ്ട്. ജനുവരി 15-നായിരുന്നു ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയും ഇരുമ്പനം സ്വദേശിയുമായ മെഹർ താമസ സ്ഥലത്തെ ഫ്ളാറ്റിൽ സമുച്ചയത്തിലെ 26ാം നിലയിൽ നിന്ന് ചാടി മരിക്കുന്നത്. മെഹർ ക്രൂരമായ റാഗിങ്ങിന് ഇരയായി എന്ന് ചൂണ്ടിക്കാട്ടി മാതാവ് പരാതി നൽകുകയും ചെയ്തിരുന്നു. ഇത് വലിയ ചർച്ചാ വിഷയമാവുകയും ചെയ്തു. സ്കൂൾ ബസ്സിൽ വെച്ച് മെഹർ ക്രൂരമായ പീഡനം നേരിട്ടുവെന്ന് അമ്മ പരാതിയിൽ പറയുന്നു. ക്ലോസറ്റിൽ തല പൂഴ്ത്തിവെച്ചും ഫ്ലഷ് ചെയ്തും അത് ക്രൂരമായി മെഹറിനെ റാഗ് ചെയ്തിരുന്നുവെന്നും അമ്മ പരാതിയിൽ ആരോപിക്കുന്നു. ഇതിന് പിന്നാലെയാണ് ഇതിനു മുൻപ് അച്ഛൻ കൊടുത്ത പരാതി വാർത്തകളിലേക്ക് എത്തുന്നത്. എന്തായാലും ഈ ഘട്ടത്തിൽ കാര്യങ്ങൾക്ക് 2 മാനം വന്നിരിക്കുകയാണ്. ഇതിൽ റാഗിംഗ് വഴിയാണ് ആ കുട്ടിക്ക് മാനസികമായി തളർച്ചയുണ്ടായത് എങ്കിൽ റാഗിങ്ങിന് കാരണക്കാരായവരെ കണ്ടെത്തി ആ വിദ്യാർത്ഥികൾക്ക് കൃത്യമായ കൗൺസിലിംഗ് നൽകി എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ, അതായത് ഇനി ഒരു പുതിയൊരു ഭാവിയിലേക്ക് പുതിയൊരു ജീവിതത്തിലേക്ക് എത്തിക്കാൻ അവർക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യേണ്ട ഒരു ഘട്ടമുണ്ട്. കാരണം 10, 15, 16, 17 ഒക്കെ വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികൾ ഇങ്ങനെ ക്രിമിനലായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ കേരളത്തിന്റെ ഭാവി ഇനി എങ്ങോട്ട് എന്ന ചോദ്യം വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ടി വരും. ഇനി അതല്ല മറ്റെന്തെങ്കിലും കാരണങ്ങൾ പിതാവിന്റെയോ അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങളാണോ ഇതിന് പിന്നിലെങ്കിൽ അതും അറിയേണ്ടി വരും.